ഹായ് ഗായ്സ്, നമ്മൾ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പം ഇന്ന് നമ്മൾ ബോക്സിങ്ങിൻ്റെ വീഡിയോസൊന്നുമല്ല ഇടാൻ പോകുന്നത്. ഇന്ന് ആക്ച്വലി എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, ഏത് ലെൻസാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നല്ല കേട്ടോ. എൻ്റെ വീടെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് ശരിക്കും കാണിക്കാം. ഈ കാണുന്നതാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. ഇത് എൻ്റെ പ്ലാറ്റിന ബൈക്ക്. ഇവിടെയും എൻ്റെ ഒരു ജിക്സറും കിടപ്പുണ്ട് കേട്ടോ. ഈ രണ്ട് ബൈക്കാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി എൻ്റെ വീടെന്ന് പറയുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരിക്കലും ഇവിടെ നിന്നല്ല. ഇതെൻ്റെ ഡോഗ് കേട്ടോ. പുള്ളിക്കാരി എന്തോ ആലോചിച്ചിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞാൽ അനുസരിക്കും. അവിടെ ഇരിക്കേ കുട്ടി, ലിയാന്നാട്ടോ പുള്ളിക്കാരിയുടെ പേര്. അപ്പം അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാ, സിറ്റ് സിറ്റ്. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഷേക്കൻ ഉണ്ടോ? ഷേക്കൻ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഡൗൺ 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 ഡൗൺ. യാ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഇവള് പല സമയത്തും ഇതൊന്നും പറഞ്ഞനുസരിക്കാത്തതാണ്. എന്തോ ഭാഗ്യത്തിന് വീഡിയോയിൽ വന്നിട്ടുണ്ട്. എന്നെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കും കേട്ടോ. കുട്ടി വാ, എന്നെ കെട്ടിപ്പിടി 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 കെട്ടിപ്പിടിക്ക്. എന്നെ കെട്ടിപ്പിടിക്ക് കെട്ടിപ്പിടിക്ക് കെട്ടിപ്പിടി കെട്ടിപ്പിടി. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് ആക്ച്വലി ഇത് എൻ്റെ വീടിൻ്റെ വഴി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നടന്ന് 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 പോയാൽ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലെത്തും. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മതിൽ ചാടിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇത് ആക്ച്വലി എൻ്റെ വീടല്ല കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടാണ്. അപ്പം നമ്മൾ ഇത് ചാടി അപ്പുറത്തേക്ക് പോകുന്നു. ഓക്കെ അമ്മച്ചി. സോ നമ്മൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട് കാണാൻ പറ്റും. ആൻഡ് ഞാൻ ഓൾറെഡി ഇവിടുന്ന് എൻ്റെ ബോക്സിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതൊക്കെ എനിക്ക് കിട്ടിയ മെഡൽസ്. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എവിടെ പോയി മെഡൽ? എവിടെ പോയി? മെഡൽസ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ആ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അടുത്തത് ഇതേപോലെ തന്നെ നമ്മുടെ സൈഡ് കിക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ ഇയാൾ ഫ്രണ്ട് കിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബ്ലോക്ക് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മുടെ സൈഡ് കിക്ക് വരുമ്പോൾ, സൈഡ് കിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഷോ കാണിക്കാം. ജസ്റ്റ് ഇയാൾ വരുന്നു, ദെൻ ചെസ്റ്റിൻ്റെ അവിടേക്ക് ജസ്റ്റ് കിക്ക്. ഇതാണ് സൈഡ് കിക്ക്. ഓക്കെ, ഇനി സൈഡ് കിക്ക് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. സെയിം തന്നെ ഏകദേശം ഇയാളുടെ റൈറ്റ് ലെഗ് കൊണ്ട് കിക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ നമ്മളെ കിക്ക് ബോക്സിങ്ങിൻ്റെ ഡിഫെൻസീവ് മെത്തേഡിൽ കാണിച്ച വീഡിയോ ആണ്. സോ ആ സമയത്ത് ഞാൻ എടുത്തിട്ട വീഡിയോ ആണ് കേട്ടോ. അത് ഏകദേശം നമ്മളെ ബോക്സിങ്ങിൻ്റെ പാർട്ട് 5ഓ 6ഓ അങ്ങനെ എന്തായിരുന്നു. സോ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപ്പോഡ് എന്ന് പറയുന്നത് ഡിജിടെക്കിൻ്റെ ഈ ട്രൈപ്പോഡാണ്. ഇത് ആക്ച്വലി എനിക്ക് വർത്തായി കിട്ടിയൊരു ട്രൈപ്പോഡാണ്. എൻ്റെ അടുത്ത് 2-3 കൊല്ലത്തിന് മേലെ, 3-4 കൊല്ലത്തിന് മേലെ. അപ്പം ഇത് ഏകദേശം 1800 രൂപയുടെ ട്രൈപ്പോഡാണ്. അങ്ങനെ വലിയ പ്രൊഫഷണൽ ടൈപ്പ് ട്രൈപ്പോഡൊന്നുമല്ല, എന്നാൽ നോർമൽ യൂസിന് ഗംഭീരമാണ്, അടിപൊളിയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇൻട്രോസ് എടുക്കുന്നത് നമ്മൾ 50 ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ബ്ലോക്ക് ലെൻസ്. ഇതിൽ ഞാൻ ഇൻട്രോ അല്ലെങ്കിൽ ഔട്ട്രോ ഇത് രണ്ടും മാത്രമേ ഇതിൽ ഷൂട്ട് ചെയ്യാറുള്ളൂ. പിന്നെ തംബ്നെയിൽസ് എടുക്കുന്നതും ഈ ലെൻസ് വെച്ചിട്ടാണ്. കാരണം കുറച്ചും കൂടെ ഡെപ്ത്ത്, കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഒക്കെ കിട്ടുന്നത് ആ ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഗോഡോക്സ് എന്ന ബ്രാൻഡിൻ്റെ ഒരു 15,000 അത്ര വരുന്ന ഒരു മൈക്കാണ്, വയർലെസ് മൈക്കാണ്. ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടും തരുന്നുണ്ട്.
അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷനും വരുന്നുണ്ട്. പിന്നെ ഗോഡക്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇതെനിക്കൊരു 15K 16Kൻ്റെ അറൗണ്ട് അതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു മൈക്കിന് ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടെന്നറിയില്ല, എനിക്ക് തോന്നുന്നു ഞാൻ മൈക്ക് പലപ്പോഴും ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ടാക്കിയിട്ടാണ് ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടാണ് വെക്കാറ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ബോക്സിങ് കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ വേർക്കും, കുറച്ച് എഫോർട്ടാണ് എടുക്കാനായിട്ട്. അപ്പം ഈ വേർപ്പ് അതിനുള്ളിൽ കയറിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. സോ ഈ ബുക്കിലാണ് ഞാൻ ബോക്സിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ കണ്ടൻസ് മൊത്തം എഴുതുന്നത്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, യൂസിങ് ഇത് ഫുഡ് വർക്കിൻ്റെ ഓരോ വീഡിയോസൊക്കെയാണ്. പിന്നെ ഇത് ഓരോ കണ്ടൻറ്റ് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ എഴുതിയതൊക്കെ നമ്മൾ ബാക്കിലുണ്ടാവും. എഴുതിയതൊക്കെ നമ്മൾ ടിക്കറ്റ് ഇങ്ങനെ പോകും, ചെയ്തതൊക്കെ നമ്മൾ ടിക്കറ്റ് ഇങ്ങനെ പോകും. ഇതൊക്കെ ഇനി ഏതൊക്കെയോ ചെയ്യാനുണ്ട്. ഇതൊക്കെ ഓരോ കണ്ടൻസാണ്. അപ്പോൾ അതാണ് എൻ്റെ യൂട്യൂബിൻ്റെ ബുക്ക്. ആ ബുക്ക് ഞാൻ പോയിൻറ്റ്സ് ചെയ്ത് വെക്കും. അതായത് വീഡിയോസ് എടുക്കുന്ന സമയത്ത് അടുത്തത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോകുമ്പോൾ ഞാൻ പോയിൻറ്റ്സ് ചെയ്ത് വെക്കും. പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ട് ഇവിടെ ഒരു മതിലുണ്ട്. അപ്പോൾ ഈ മതിലിൻ്റെ ഇവിടെ ഇങ്ങനെയായിട്ട് വെക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ മതിൽ അവിടെ കാണാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തെറ്റിപ്പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്ത പോയിൻറ്റ്സ് ചെയ്താൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി ആ പോയിൻറ്റ്സ് അവിടെ കാണും, എന്നിട്ട് ഇവിടുന്ന് പറയും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു കണ്ണാടിയും കൂടെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കണ്ണാടി എടുത്തിട്ടില്ല, അവിടെ ഞാൻ കണ്ണാടിയും കൂടെ വെക്കും. ഇനി ഞാൻ എൻ്റെ ഒരു മുഖം നോക്കാം, വെറുതെ ചുമ്മാ. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ കാനണിൻ്റെ 200D ആണ്. 200D. അപ്പം ഇത് എൻ്റെ അടുത്ത് ഏകദേശം ഒരു 5 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും ഈ ക്യാമറ. ഒരു പ്രാവശ്യം എനിക്ക് മുട്ടം പണി തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10,000 രൂപയുടെ പണി തന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈർപ്പം തട്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും വലിയൊരു പണി എനിക്ക് ഈ ക്യാമറ തന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതല്ലാതെ എനിക്ക് ഈ ക്യാമറ കൊണ്ട് ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. കിടിലൻ ക്വാളിറ്റിയാണ്. നമുക്ക് ഫുൾ HD 60 ഫ്രെയിം/സെക്കൻഡ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ 60 ഫ്രെയിം/സെക്കൻഡിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല കിടിലനായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും. എൻ്റെ എല്ലാ വീഡിയോസും ഇതിനകത്ത് എടുത്താണ്. ഈവൻ ഞാനിത് വെച്ചിട്ടൊരു 4-5 ഷോർട്ട് ഫിലിംസ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അടുത്ത് ജിംബലുണ്ട്, ഷിയോൺ ക്രെയിൻ 2 ജിംബലാണ്. അത് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് ചെറുതായിട്ട് എന്തോ കേട് വന്നിട്ടുണ്ട്. അതും മേ ബി 5 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. ഞാൻ ആദ്യം ക്യാമറ മേടിച്ചിട്ട് പിന്നെ ജിംബിൽ മേടിച്ചപ്പം 5 വർഷത്തിനടുത്താവുന്നുണ്ടാവും. ഇത് ഞാൻ ഷോർട്ട് ഫിലിംസ് എടുക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു ആക്ച്വലി ക്യാമറയൊക്കെ. പിന്നെയാണ് യൂട്യൂബിൻ്റെ സാധ്യതയൊക്കെ മനസ്സിലാക്കി നമ്മളിപ്പോഴും സക്സസ് ആയി എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ രീതിയിലാണ്. അപ്പം അതൊക്കെ എനിക്ക് കൂട്ടിയെടുക്കണം. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിനൊരു ചെറിയൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സമയം രാവിലെ 8 മണി 9 മണിയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെയിൽ വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചുമരിൻ്റെ മുകളിലൊക്കെ വെയിൽ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെയിൽ വരും. അപ്പോൾ 9 മണിയാകുമ്പോൾ, അതായത് ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 7 മണി ടു 8:30 9 മണി മാക്സിമം, അതിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർത്തില്ലെങ്കിൽ വെയിൽ വന്നിട്ട് കൊളാവും. അതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെയിലായിരിക്കും. അപ്പം ഏകദേശം 12:30 ആകുമ്പോൾ ഈ റൂഫിൽ നിന്നുള്ള ആ ഒരു നിഴൽ താഴെ അടിക്കും. ആ നിഴലിങ്ങനെ 12:30 ആകുമ്പോൾ നിഴലടിച്ച് തുടങ്ങും. അങ്ങനെ 12:30-ക്ക് ശേഷം 1 മണി 2 മണി 3 മണിയൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തണൽ വരുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് 2 മണിക്ക് ശേഷം ഇവിടെയും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 4-5 മണി വരെ മാക്സിമം എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലൈറ്റൊക്കെ പോയി ഫുൾ ഒരു ഇരുട്ട് മൂക്കതയാണ് ഇവിടെ വരിക. കാരണം ഒന്നാമത് സൂര്യൻ ഈ വീടിൻ്റെ അപ്പുറം പോവും. പിന്നെ ഈ വീടും ഇവിടെ കുറച്ചൊരു മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഭയങ്കര തണലാണ്. പക്ഷേ ഈ 9 ടു ഒരു 12:30 വരെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഇങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോസ് എടുക്കുന്നത്. സോ ബാക്കിയുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.